തൃശ്ശൂർ രൂപതയെ വിഭജിച്ച് ഇരിങ്ങാലക്കുട കേന്ദ്രമാക്കി പുതിയ രൂപത നിലവിൽ വന്നിട്ട് ഇന്ന് 41 വർഷം തികഞ്ഞു. 1978 നിലവിൽ വന്ന രൂപത ആത്മീയതയിലും സാമൂഹ്യ സേവന രംഗത്തും വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. കഴിഞ്ഞ വർഷം 38 കോടി 60 ലക്ഷം രൂപയുടെ പുനരുദ്ധാരണ പ്രവർത്തനം നടത്താൻ രൂപതയ്ക്ക് കഴിഞ്ഞതായി അധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ പറഞ്ഞു. ഇരിഞ്ഞാലക്കുട രൂപതയുടെ 42ാം രൂപതാ ദിനം ആചരിക്കുമ്പോൾ സ്നേഹാധിഷ്ഠിതമായ പ്രവർത്തനങ്ങളാൽ അനുദിനം വളർച്ചയുടെ പാതയിലാണ് രൂപത. ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇരിഞ്ഞാലക്കുട കത്തീഡ്രൽ ദേവാലയത്തിൽ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൃതജ്ഞതാ ബലി അർപ്പിച്ചു. തുടർന്ന് രൂപതാ ഭവനത്തിൽ അതിജീവന വർഷ സമാപന പ്രാർത്ഥനയും നടന്നു. രൂപതാ ദിന പൊതുസമ്മേളനം അപ്പോസ്തലിക് നൂൻഷ്യോ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് പാനിക്കുളം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ ഇരിഞ്ഞാലക്കുട രൂപത പുതുതായി ആരംഭിക്കുന്ന സിൽച്ചാർ മിഷൻ ഹൊസൂർ രൂപത മെത്രാൻ മാർ സെബാസ്റ്റ്യൻ പൊഴോലിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. സിൽച്ചാർ മിഷൻ കോർഡിനേറ്റർ ഫാദർ ടൈറ്റസ് കാട്ടുപറമ്പിൽ ആമുഖ പ്രഭാഷണം നടത്തി. രൂപതയിലെ വൈദികരുടെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന ഡയറക്ടറെ TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. ജനുവരിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര പ്രോ ലൈഫ് കോൺഫറൻസിൻ്റെ ലോഗോ പ്രകാശനവും നടന്നു. വികാരി ജനറൽമാരായ മോൺസിഞ്ഞൂർ ലാസർ കുറ്റിക്കാടൻ, മോൺസിഞ്ഞൂർ ജോസ് മഞ്ഞളി എന്നിവരും സംസാരിച്ചു. 2018 പ്രളയകാലത്തും അതിനുശേഷമുള്ള അതിജീവന കാലത്തും ഇരിഞ്ഞാലക്കുട രൂപത ജാതി മതഭേദമന്യേ 38 കോടി 60 ലക്ഷം രൂപയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയതായി രൂപതാധ്യക്ഷൻ ബിഷപ്പ് പോളി കണ്ണൂക്കാടൻ പറഞ്ഞു. ഈ കഴിഞ്ഞ ഒരു വർഷ കാലഘട്ടത്തിൽ അതിജീവന വർഷത്തിൻ്റെ ഭാഗമായിട്ട് ആത്മീയ തലത്തിൽ ഒരു ഉണർവുണ്ടാക്കുവാനും അതോടൊപ്പം തന്നെ സാമൂഹ്യ തലത്തിൽ ഏകദേശം 38 കോടി 60 ലക്ഷം രൂപയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ചെയ്യാനും കഴിഞ്ഞു. എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പരിശ്രമമാണ് ഇപ്രകാരം ഒരു പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് സഹായിച്ചത്. വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത്. അത് ഭാരതത്തിൽ മാത്രമല്ല, ആഗോളതലത്തിൽ വിശ്വാസം, അത് ക്രൈസ്തവ വിശ്വാസത്തിന് മാത്രമല്ല, ഈശ്വര വിശ്വാസം എവിടെയുണ്ടോ അതിനെതിരെ വലിയ പ്രതികരണങ്ങളാണ് നടക്കുന്നത്. ഇടയനെ അടിച്ചാൽ ആടുകൾ ചിതറും എന്നുള്ള ദർശനം തന്നെയാണ് ഇതിനെതിരെ, മതവിശ്വാസത്തിനെതിരെ പ്രവർത്തിക്കുന്നവരുടെ ചിന്താഗതിയും. കഴിഞ്ഞ 41 വർഷം അനുഗ്രഹപ്രദവും വിശുദ്ധി നിറഞ്ഞ പ്രവർത്തനവും രൂപതയുടെ നേതൃത്വത്തിൽ നടത്താൻ കഴിഞ്ഞതായി ബിഷപ്പ് പോളി കണ്ണൂക്കാടൻ പറഞ്ഞു. സഭ വലിയ വെല്ലുവിളി നേരിടുന്നതായും ദൈവവിശ്വാസം ഇല്ലായ്മ ചെയ്യാനുമുള്ള ഗൂഢനീക്കം നടക്കുന്നുണ്ടെന്നും ബിഷപ്പ് വ്യക്തമാക്കി. 1978 തൃശ്ശൂർ അതിരൂപത വിഭജിച്ച് ഇരിഞ്ഞാലക്കുട രൂപത രൂപീകരിച്ചത്. രൂപതയുടെ 2ാമത്തെ മെത്രാനാണ് ബിഷപ്പ് പോളി കണ്ണൂക്കാടൻ. പ്രഥമ മെത്രാൻ മാർ ജെയിംസ് പഴയാറ്റിലാണ് ദീർഘകാലം രൂപതയുടെ ഭരണം നിർവഹിച്ചത്. ഷെക്കൈന ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. ഷെക്കൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.